25 വർഷമായി LDF ഭരിക്കുന്ന ഡിവിഷനാണ് മുട്ടട. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാകുന്നു. പക്ഷേ ഇവിടെ LDF സ്ഥാനാർത്ഥി അംശു വാമദേവന് ഒട്ടും ആത്മവിശ്വാസം കുറഞ്ഞിട്ടില്ല. തകൃതിയായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. എങ്ങനെയാണ് ആദ്യം വിവാദങ്ങളൊക്കെ ഒരു സ്റ്റാർ മണ്ഡലമായി ഇപ്പോൾ മുട്ടട മാറിയിട്ടുണ്ട്, എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? അല്ല, അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഈ വാർഡിനെ ബാധിച്ചിട്ടില്ല. ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഫീൽഡിലുണ്ട്. ഒരു റൗണ്ട് ഞങ്ങൾ ഈ വാർഡിൽ പൂർത്തിയാക്കുകയാണ്. ആ സമയത്ത് വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം കഴിഞ്ഞ കൌൺസിലർമാർ, മുമ്പേ തുടങ്ങിയ കൌൺസിലർമാർ നടത്തിയ വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. അതിനാണ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ 2000-ലാണ് ഈ വാർഡ് ആദ്യമായി രൂപീകരിക്കുന്നത്. അന്ന് ആദ്യ കൌൺസിലറായിരുന്ന ശ്രീ വിനോദ് കുമാർ മാലി മുതൽ പിന്നീട് ഈ നഗരത്തിലെ മേയറായ കെ ചന്ദ്രിക, അതിനുശേഷം പിന്നീട് ശ്രീമതി ആർ ഗീതാ ഗോപാൽ, പിന്നീട് മരണപ്പെട്ടു പോയ ശ്രീ TP റിനോയ്, പിന്നെ അതിനുശേഷം വന്ന ശ്രീ അജിത് രവീന്ദ്രൻ കൌൺസിലർ, ഇവരെ എല്ലാം ചേർത്ത് അവർ നടത്തിയ വികസന മാതൃകയ്ക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത വാർഡിലെ കേശവാസനം വാർഡിലെ കൌൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കും പ്രവർത്തകർക്കും എല്ലാം ഉള്ളത്. ആളുകൾ വലിയ റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. കോൺഗ്രസ് ആരോപിക്കുന്നത് 24 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം വെട്ടാൻ വേണ്ടി CPM അതിലൊരു ഗൂഢലക്ഷ്യം കണ്ടു, ഒരു തോൽവി ഭയന്നിട്ടാണ് എന്നൊക്കെയാണ്. അതിനെന്താണ് സ്ഥാനാർത്ഥിക്ക് മറുപടി? തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകും. അത് ഞങ്ങൾ കാര്യമായി എടുക്കുന്നില്ല. മുട്ടടയിലെ ജനങ്ങൾക്ക് സത്യം അറിയാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ LDF-ന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. തെരഞ്ഞെടുപ്പ് പിന്നെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലെ വെരിഫിക്കേഷൻ, അതിൽ ഒഴിവാക്കപ്പെടേണ്ടവർ, ഇവിടെ താമസമില്ലാത്തവർ, പുതുതായി ചേർക്കേണ്ടവർ, ഇങ്ങനെ ഒരു വലിയ വർക്ക് നടത്തും. അങ്ങനെ വന്ന പിന്നെ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഒരു 100-300 പേരുടെ ഇത്തരത്തിലുള്ള ഒബ്ജക്ഷൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതാണ്. അത് ബൂത്ത് ലെവലിലാണ് ചെയ്യുന്നത്. അവിടുത്തെ സാധാരണ പ്രവർത്തകർ ആണ് ഇത് വെരിഫൈ ചെയ്യുന്നത്, അവർ കൊടുക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കൊടുത്തത്. പിന്നീട് സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ഡിവിഷൻ മാറിയാണ് ഇത്തവണ മത്സരിക്കുന്നത്, എന്നാലും വിജയത്തുടർച്ച ഉണ്ടാവും അല്ലേ? അല്ല, ഡിവിഷൻ മാറിയെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്റെ സംഘടനാ പ്രവർത്തനവും എല്ലാം ഈ മുട്ടട വാർഡും കേശവാസനം വാർഡും കേന്ദ്രീകരിച്ചാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു വാർഡായിരുന്നതാണ്. പിന്നീട് ഡിലിമിറ്റേഷൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് 2 വാർഡായി മാറിയ വാർഡാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളും ആളുകളുമായുള്ള വലിയ ആത്മബന്ധം എനിക്കുണ്ട്. അതെല്ലാം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ആ ബന്ധം പുതുക്കുകയും അവരുമായിട്ടുള്ള സൗഹൃദം പുതുക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത്. എല്ലാ പ്രവർത്തകരും ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. എന്തായാലും കോട്ട തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും ഇല്ല. കാരണം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, 2 കൌൺസിലർമാരുടെ ഇടവും വലവും നിൽക്കുകയാണ്. യഥാർത്ഥ സാധാരണ നിലവിലുള്ള കൌൺസിലർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പരാതി ഏതെങ്കിലുമൊക്കെ വീടുകൾക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്റെ ഇടവും വലം നിൽക്കുന്ന ഈ 2 കൌൺസിലർമാർ, 2 മുൻ കൌൺസിലർമാർ, അവരെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയേക്കാൾ വലിയ സ്വീകാര്യത മുൻ കൌൺസിലർമാർക്ക് കിട്ടുന്നു. എല്ലാ വീടുകളിലും ആക്സസ് ഉണ്ട്. അതെല്ലാം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. ഇത്തവണ കോൺഗ്രസ് ഒരു എതിരാളി ആവുമോ? അല്ല, നമ്മളെ മത്സരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ എതിർ സ്ഥാനാർത്ഥികൾ ഒക്കെ എതിരാളികളാണല്ലോ. മത്സരമുണ്ട്, ജനാധിപത്യമാണ്, മത്സരം നടക്കണം. പക്ഷെ ആ മത്സരത്തിന്റെ അന്തിമമായ വിജയം ഈ പ്രബുദ്ധരായ മുട്ടടയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നീക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ ഈ ഒരു പ്രൊഫഷണൽ രംഗത്തെ കൂടി നോക്കിയാൽ ജോലി രാജിവെച്ചാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത് എന്നൊക്കെ കേട്ടു. അതെ. ഞാൻ 2010 മുതൽ തിരുവനന്തപുരം പിന്നെ വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവിടെ ബാർ അസോസിയേഷന്റെ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2018 കേരള ബാങ്കിന്റെ ലോ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം 2020 ഇലക്ഷൻ സമയത്ത് കേശവാസനത്തെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആ ജോലി രാജിവെച്ചാണ് ഞാൻ പിന്നെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായി വന്നത്, ജനപ്രതിനിധിയായത്. അത് സ്വാഭാവികമായും അന്നു മുതൽ കിട്ടുന്ന ജനപിന്തുണ എന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും ആത്മവിശ്വാസം തുടരട്ടെ. ആശംസകൾ. സ്ഥാനാർത്ഥി അംശു വാമദേവൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഏതു വിധേനയും ഈ മണ്ഡലം അതൊരു വിജയ തുടർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ളത് അഡ്വക്കേറ്റ് അംശു വാമദേവൻ പറയുന്നു. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.